ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? സന്തോഷമായിട്ടിരിക്കുകയാണോ? ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് പനിയും ജലദോഷവും തുമ്മലും അതിങ്ങനെ ഉള്ളതാ. ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെയൊക്കെ ആയിരിക്കും. പ്രവാസികൾക്കേ ഒരാപത്ത് വന്നാൽ, ആ രാജ്യത്തിനൊരാപത്ത് വന്നു കഴിഞ്ഞാൽ പ്രവാസികൾ തന്നെ കാണും. ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ചേർത്ത് നിർത്താനും. നാട്ടിൽ നിന്ന് ഒറ്റ ഒരാൾ പോലും വിളിച്ചന്വേഷിക്കത്തില്ല. എങ്ങനെയുണ്ട് അവിടെ, സുഖമാണോ, സുരക്ഷിതരാണോ, നിങ്ങൾ നിൽക്കുന്നിടം സേഫാണോ എന്ന് നാട്ടിലുള്ള ഒരാൾ പോലും വിളിച്ച് ചോദിക്കത്തില്ല. വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെ ആരും വിളിച്ച് ചോദിച്ചില്ല നീ നിൽക്കുന്നിടം സേഫാണോ, മഴയുണ്ടോ എന്ന്. അയ്യോ, ഇല്ലയെന്നല്ല, ഒരാൾ വിളിച്ച് ചോദിച്ചു. എൻ്റെ അനുജത്തി, എൻ്റെ കൂടപ്പിറപ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ സുഖമാണോ, സേഫാണോ, മഴയുണ്ടോ, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. എൻ്റെ ഫോണിൽ 100-300ഓളം വാട്സപ്പ് കോണ്ടാക്ട്സ് കിടപ്പുണ്ട്. അതിനേക്കാളും കോണ്ടാക്റ്റ് നമ്പേഴ്സ് കിടപ്പുണ്ട്. പക്ഷെ ഒരാൾ പോലും ചോദിച്ചില്ല. നമുക്കതിൽ നിന്നൊക്കെ നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ അവരെങ്ങനെ കാണുന്നു, നമ്മളോടുള്ള സ്നേഹം എന്താണ്, ആത്മാർത്ഥത എന്താണെന്നൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ ആരെയും നമ്മൾ നോക്കണ്ട, നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. നീ സുഖമാണോ, സേഫായിട്ടിരിക്കുവാണോ, കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുന്നതിന് ഫോർമാലിറ്റിക്ക് പോലും ചോദിക്കാത്ത ആൾക്കാരുണ്ട്. ഫോർമാലിറ്റിക്ക് പോലും അവളെ ചോദിച്ചില്ലെങ്കിൽ എന്താ വിചാരിക്കും എന്ന് പോലും കരുതി ചോദിക്കാത്ത ആൾക്കാരുണ്ട്. ഇതിൽ നിന്നൊക്കെ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേയൊക്കെ അല്ല, എന്നാലും മനസ്സിലാക്കത്തില്ല പ്രവാസികൾ. കാരണം നാട്ടിലുള്ളവർ എപ്പോഴും സുഖത്തോടെ സന്തോഷത്തോടെ സേഫായിട്ട് ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് പ്രവാസികൾ. നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അവർ സഹായം ചോദിക്കുന്നതും പ്രവാസികളോടാണ്. എത്ര ഇനി ഇല്ലായ്മയിലാണെങ്കിലും, എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രവാസിയാണെങ്കിലും ഉള്ളതിൽ നിന്ന് എടുത്ത് സഹായിക്കുകയും ചെയ്യുന്നതും പ്രവാസികൾ തന്നെയാണ്. പക്ഷെ പ്രവാസികൾക്കൊരാപത്ത്, പ്രവാസികൾക്കൊരു ബുദ്ധിമുട്ട്, പ്രവാസികൾ ജോലി ചെയ്യുന്നിടത്ത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ചോദിക്കത്തില്ല എങ്ങനെയുണ്ട്, സുഖമാണോ, സേഫായിട്ടിരിക്കുവാണോ, സൂക്ഷിക്കണേ, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ എന്നൊക്കെ കേൾക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആശ്വാസമാണ്. നമ്മളിങ്ങനെ കരുതുന്നുണ്ട്, അപ്പം നമ്മളോട് സ്നേഹമുണ്ട് എന്നൊക്കെ നമ്മളതൊരു തോന്നലുണ്ടാവത്തില്ലേ? എന്തായാലും എൻ്റെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളെല്ലാം സുരക്ഷിതരാണോ? എനിക്കതറിഞ്ഞാൽ മതി. പ്രവാസികളെ ചേർത്ത് നിർത്താനും സഹായിക്കാനും പ്രവാസികൾ മാത്രമേ ഉള്ളൂ ആണ്.